എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. യാത്രാമധ്യേ കണ്ട ഒരു സന്യാസിയോട് യുവാവ് ചോദിച്ചു, നഗരത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? അസ്തമയത്തിന് മുൻപ് എനിക്കവിടെ എത്തിച്ചേരുവാൻ കഴിയുമോ എന്ന്. സന്യാസി ആ യുവാവിനോട് പറഞ്ഞു, നീ പതുക്കെ നടന്നാൽ അവിടെ എത്തും. ഇത് കേട്ടപ്പോൾ ഈ യുവാവിന് ആശ്ചര്യമായി. എല്ലാവരും പറയുന്നത് വേഗം നടക്കുകയാണെങ്കിൽ, ഓടുകയാണെങ്കിൽ മാത്രമേ നിനക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്നതാണ്. പക്ഷേ ഈ സന്യാസി പറയുന്നു, പതുക്കെ നടന്നാൽ നീ എത്തുമെന്ന്. ഒരുപക്ഷെ തന്നെ കളിയാക്കിയതായിരിക്കാം എന്ന് വിചാരിച്ച് ആ യുവാവ് ഓടുകയാണ്. ഇങ്ങനെ ഓടുന്ന വഴിക്ക് അദ്ദേഹം പല സ്ഥലങ്ങളിലും വീഴുന്നുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മുറിവുകളൊക്കെ സംഭവിച്ചു. എന്നാൽ വേദനയെല്ലാം മറന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ അദ്ദേഹം ഓടുകയാണ് വീണ്ടും. അങ്ങനെ പോകുന്ന വഴി മറ്റൊരു യാത്രികനെ ഈ യുവാവ് കാണുകയാണ്. ആ യുവാവും പറഞ്ഞു, ഇന്നലെ സന്യാസി എന്നോടും ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന്. അപ്പോഴാണ് ഇവർക്ക് ആ സന്യാസി പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയത്. നഗരത്തിലേക്കുള്ള വഴി കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞതാണ്, അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ യാത്ര ചെയ്യണം എന്നതാണ് സന്യാസി ഉദ്ദേശിച്ചത്. വേഗത്തിലോടുന്നവരെല്ലാം ആദ്യം എത്തും എന്നുള്ളത് മത്സരത്തിനു വേണ്ടി മാത്രം തയ്യാറാക്കിയ പാതകളിലെ നിയമമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാവർത്തികമാകണം എന്നില്ല. ജീവിതത്തിൻ്റെ ഓരോ വഴികൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പാതകളുടെ സ്വഭാവം അറിഞ്ഞും ചുവടുകളുടെ സ്ഥിരതയറിഞ്ഞും മുന്നോട്ട് ചലിക്കുക എന്നുള്ളതാണ് ഓരോ സഞ്ചാരികളുടെയും ഉത്തരവാദിത്തം. ഉറപ്പുള്ള പ്രതലത്തിൽ മെഡൽ നേടിയതിൻ്റെ മെടുക്കുമായി തെന്നുന്ന സ്ഥലത്ത് അതേ പ്രകടനം നടത്തുമ്പോൾ അവൻ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേഗത്തിലോടുക എന്നതിനേക്കാൾ ശ്രദ്ധിച്ച് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കെല്ലാവർക്കും മുൻവിധികളുണ്ട്. ഇന്നത്തേതുപോലെ തന്നെ ആയിരിക്കും നാളെയും എന്നുള്ള ഒരു മുൻവിധി. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയല്ല. ഇന്ന് നല്ല പ്രതലത്തിലൂടെ ഞാൻ നടക്കുമ്പോൾ നാളെ ഒരുപക്ഷെ തെന്നിക്കിടക്കുന്ന മോശമായിട്ടുള്ള കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെ എനിക്ക് നടക്കേണ്ടി വരും. ഇതിന് നമ്മളെ തന്നെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. ഇന്ന് പല വ്യക്തികളുടെയും ചുവടുകൾ പിഴയ്ക്കുന്നതിൻ്റെ കാരണം വിശ്വസിക്കേണ്ടവരെ അവിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കേണ്ടവരെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജാഗ്രതയോടെ ഓരോ നിമിഷവും മുന്നേറാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.